ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. അതായത് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ, ആഗ്രഹം എന്ന് പറയുമ്പോൾ കുറച്ചൊന്നാവില്ല, അത്യാവശ്യം നല്ല രീതിയിലുണ്ടാവും. ഇതൊക്കെ നടക്കണം എന്നുള്ളത് വലിയൊരു വേറൊരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ സമയമായി, നടക്കാൻ പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മൈൻഡിൻ്റെ ക്ലാരിറ്റി കൂടുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നമുക്ക് വരുന്നു എന്നുള്ളതാണ്. നമുക്ക് ആദ്യം പേടി ഉണ്ടായിരുന്നൊരു കാര്യം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു അത് നടക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ. പക്ഷേ ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി അറിയാം ഇത് നടക്കും എന്നുള്ളൊരു കാര്യം. അതായത് നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് ഓക്കെ ആകും എന്നുള്ള രീതിയിൽ നമുക്കൊരു ക്ലാരിറ്റി കൃത്യമായിട്ട് ഇവിടെ കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ മൈൻഡിലുള്ള പേടിയും കൺഫ്യൂഷനും എല്ലാ കാര്യങ്ങളും മാറിയിട്ട് ഒരു ക്ലാരിറ്റി വരുന്നുണ്ടെങ്കിൽ, എന്താണ് നമ്മൾ നേടേണ്ടത്, എങ്ങനെ നേടാൻ പറ്റും എന്നുള്ളതിലൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓപ്പർച്യൂണിറ്റി പതിയെ പതിയെ വന്നു തുടങ്ങുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ള പേഴ്സണെ മീറ്റ് ചെയ്യുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേഴ്സണെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതുപോലെ കൃത്യമായിട്ടും ആ ഒരു ആഗ്രഹവുമായി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുകയും ചെറിയ ചെറിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് വരികയും ചെയ്യും. ചിലപ്പോൾ ഒരു ജോബാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ കണ്ടുമുട്ടും, അല്ലെങ്കിൽ അത്തരത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റും. അതിലൂടെ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരും, പുതിയ ഐഡിയാസ് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും എന്നുള്ളത്. അങ്ങനെ അതുമായി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, യെസ്, ആ ഒരു ആഗ്രഹം നടക്കാനായിട്ട് പോകുന്നു എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ഫീൽ ചെയ്യും. അതായത് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പേടിയുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഇല്ല ഇത് ചെയ്യണം, ഇന്നത് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസവും അതിനുവേണ്ടി വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ തോന്നും എന്നുള്ളതാണ്. ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് നമുക്ക് തോന്നും, യെസ് ഇന്ന് ഞാൻ ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഡെയിലി നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് വരാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ മോട്ടിവേഷൻ വരുന്നുണ്ടെങ്കിൽ, മേ ബി മറ്റൊരു പേഴ്സൺ ആയിരിക്കാം നമുക്ക് ഇതിലുള്ള മോട്ടിവേഷൻ തരുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇമോഷണലി നമ്മൾ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കാനും ആ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വരിക, അതിനുവേണ്ടി മടി പിടിച്ചിരിക്കാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അത് കിട്ടുള്ളൂ, ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള മോട്ടിവേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലൊരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് എടുക്കാം. നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പേടി ഉണ്ടാവും, പക്ഷെ അതിനുവേണ്ടി മൂവ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും എന്നുള്ളതാണ്. അതായത് ഈ ഒരു കാര്യം ചെയ്യാനായിട്ടൊരു പേടി ഉണ്ടാവും, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആകുമോ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ നെഗറ്റീവായിട്ട് പറയുമോ, ആർക്കെങ്കിലും തെറ്റായി ഇത് ബാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള പേടികളൊക്കെ നമുക്ക് ഉണ്ടാവാം. അതായത് അത് കിട്ടുമോ ഇല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നാലും ചെയ്തേ പറ്റുള്ളൂ, ഇതിനു വേണ്ടി ഞാൻ മൂവ് ഓൺ ആയേ പറ്റുള്ളൂ, എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊരു ചിന്ത നിങ്ങൾക്ക് വരും. അങ്ങനെ ആകുമ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വരും. സോ പേടി നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ആ പേടി ഉണ്ടെങ്കിൽ പോലും ചെയ്യണമെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പഴയ ഹാബിറ്റ്സ് ഒക്കെ മാറാൻ തുടങ്ങും. അതായത് മുമ്പ് ചെയ്ത ചെറിയ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം ചിലപ്പോൾ അതിലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. കുറച്ചുകൂടി നേരത്തെ എഴുന്നേൽക്കാം, എന്നിട്ട് അത്രയും സമയം അതിനുവേണ്ടി വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ ഒരേ രീതിയിൽ പോകുന്ന ഒരു പേഴ്സൺ ആണ്, അതായത് ഡെയിലി നിങ്ങൾ ചെയ്യുന്ന റൊട്ടീനൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങും. കുറച്ച് സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യും, കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തും. അതേപോലെ തന്നെ ചെറിയ മാറ്റങ്ങൾ, കുറച്ച് ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൊണ്ടുവരും. അങ്ങനെ നിങ്ങളുടെ ഡെയിലി ഹാബിറ്റ്സിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നു എന്നുള്ളതിൻ്റെ സൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ട്രിപ്പിൾ നമ്പേഴ്സൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടേയിരിക്കുക, അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് കാണുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ശരിക്കും. പക്ഷേ എന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത്. അത് നമ്മുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്
അപ്പം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കുറച്ച് മാറ്റങ്ങൾ, ആ കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ അറിയുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എത്തുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങൾക്കത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങൾക്കൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ ചെറിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയുക എന്നുള്ളത് കുറേ പേര് ചോദിക്കാറുണ്ട്. സോ ആ ഒരു കൺഫ്യൂഷന് ചെറിയ മാറ്റം വന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്